അല്ല ഗൈസ്, എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ബിരിയാണി കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ആർക്കും നല്ല ടേസ്റ്റ് ഒരു കുറവുണ്ടാവില്ല. സെറ്റ് സാധനമാണത്. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നല്ലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് സവാള കൊടുക്കും. ആ യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ഇട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നുട്ടോ. അയ്യോ ആ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഉള്ളി നമ്മൾ അത്യാവശ്യം നല്ല റോസ്റ്റ് ആയിട്ട് ഇത് വളരെ ബാച്ചിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി സാധനമാണ്. ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മളത് മിശ്രിതം, ഈ മിശ്രിതത്തിൽ നമ്മൾ രണ്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റൊക്കെ അരച്ചുണ്ട്. പിന്നെ സമയം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി ഉണ്ടത്. നല്ല ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഉണ്ടല്ല. അപ്പോൾ നമുക്ക് നല്ലൊന്ന് വീടും തീരെ വെച്ചൊന്ന് പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഉച്ചയ്ക്കെന്ന് ജുമായിട്ട് എന്താണ് എല്ലാവരും ഉച്ചകളൊക്കെ അറിയിക്കും. സന്തോഷം, സമാധാനം, ഹയറും ശുദ്ധം പറക്കത്തും. ഇതെന്തുണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്? അല്ല, കഴിഞ്ഞത് പറയാലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല റോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും നല്ല തിളച്ച് കഴിഞ്ഞാൽ എണ്ണ പൊന്തി വരുന്നവരെ നമുക്കൊന്ന് ഈ പച്ച മസാലയുടെ കുത്ത് മാറണ വരെ ഒന്ന് തിളപ്പിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ അത്യാവശ്യം നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ 800 ഗ്രാം ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അന്നേരം കഴുകി വൃത്തിയാക്കി ഒരു 750 ഗ്രാം ഉണ്ടാവും. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടി ഉള്ളൂ. കാരണം ഈ പച്ച മസാലയും ചിക്കൻ വെച്ചിട്ടൊന്ന് എന്താ പറയുക ഒന്ന് വേവാൻ. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് വേവിക്കണം കേട്ടോ. ഗൈസ്, അപ്പം ബിരിയാണിക്ക് റൈസ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പില നല്ലോണം ചൂടാക്കി എടുക്കാം. കുറച്ച് സവാള, ഗ്യാസ്. അപ്പോൾ നമ്മൾ വെള്ളം അത്യാവശ്യം ചൂടായിരിക്കാം. റൈസ് നിർത്തും. വെള്ളം അത്യാവശ്യം നല്ല പറിച്ച് വരുന്നുണ്ട്. ഇവിടെ നമ്മളെ ചിക്കൻ അത്യാവശ്യം നമ്മൾ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അരി പുജിക്കും. ആ, ഇപ്പോൾ നമ്മൾ അരി ഇടുന്ന ആൾ കണ്ണേട്ടനാണ്. ഇതാണ് ഇത് അരി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, ഗരം മസാല കുറച്ചിട്ട് അത് വീടെടുക്കാൻ പറ്റിയില്ല, സാഹചര്യം എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ നല്ലോണം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരിട്ടിട്ടുണ്ട് ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മളെ മസാല ഇടിയുണ്ട് കേട്ടോ. നല്ല മസാല ഇടിയിട്ടുണ്ട്. നമുക്ക് റൈസ് റെഡി ആയിട്ട് ദമ്മിടാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും പുതിയനിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കിട്ടുന്നു കേട്ടോ. ഓക്കെ, ആരത് ഇത് നമ്മളെ മാഹിര വന്നിട്ട്. മാഹിറ എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി ചിക്കനാണ് ഇതിൻ്റെ ആള്. മാഹിറ എന്നാണ്. പക്ഷെ ഇവന് വേറെ എന്തൊക്കെയാ വിളിക്കുക. എടുത്ത മനെ കൊണ്ടെടുക്ക. ആരത് മാഹിറ. माहिरा एडो के हां वो कक्के वो अच्छा नहीं ऐसा वाला वो सुंदर के लिए ना. हां सुंदर के लेकिन वो ഇപ്പഴേ എല്ലാരും ഇങ്ങനെ ഇതാകണോണ്ട് അല്പത്തിൽ കുഴപ്പമുണ്ടാവില്ല. മാഹിറ हां भाई चलो उसका मैं वेट कर रहा है. ചില അധികം കുട്ടികൾ അങ്ങനെ പോവില്ലല്ലോ. वो निप्पल मारे में निप्पल ऐसा निप्पल लोग दे दो. वो बाद में उसमें आएगा. ऐसा से करता है वो पूरे टाइम ऐसा लेगा. हां और दांत बाहर आता बोलो. ഗൈസ്, അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഈ 2 പീസും അത്യാവശ്യം ഉണ്ട് കഴിക്കാൻ. 4 പേരുള്ളൂ. നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ആൾക്ക് പിന്നെ ചൂടാറി പെട്ടെന്ന് കഴിക്കാം. നല്ല മസാല ബിരിയാണി, ദം ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ വലിയ നിർദ്ദേശങ്ങളും കമൻസുകളും നെഗറ്റീവും എല്ലാം പറയാൻ പോലും എല്ലാം വരപ്പെടുത്തായിരിക്കും. പിന്നെ നമ്മളെ ഗൂഗിൾ പേയിൽ എന്തെങ്കിലും നിങ്ങൾ അയക്കുക.